ഇന്ന് ഈ വേദിയിൽ ഈ റാങ്കിൽ എന്നെ നിൽക്കാൻ പ്രേരിപ്പിച്ച ഒരു മഹാശക്തിയുണ്ട്. ആ ശക്തിയാണ് PV അശോകൻ സാർ. നമ്മൾ വിട്ടു പിരിഞ്ഞു. ടീമിൽ നിന്നും എടുത്ത് കളയുമായിരുന്ന ഒരു സന്ദർഭത്തിൽ കൈപിടിച്ച് കൂടെ കൊണ്ടുവന്ന് നിനക്ക് വിജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ആത്മവിശ്വാസം തന്ന ആ മഹാശക്തി എവിടെയോ ഇരുന്ന് നമ്മുടെ വിജയത്തിനൊപ്പം പ്രവർത്തിക്കുന്നുണ്ടെന്ന് 100% നമുക്ക് അടിയരയിട്ട് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. സങ്കടത്തോടെ കൂടിയല്ലാതെ അദ്ദേഹത്തിന്റെ പേര് നമുക്ക് ഉച്ചരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അത്രമാത്രം ഈ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ത്യാഗം സഹിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ ട്രെയിൻ ഇറങ്ങി അല്ലെങ്കിൽ കാറിന് വന്നിറങ്ങിയതിന് ശേഷം നമ്മൾ സ്വീകരിക്കാൻ പോലും അദ്ദേഹത്തിനെ പോകാറില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ പൈസ മുടക്കി അദ്ദേഹത്തിന്റെ ബൊക്ക വാങ്ങി അദ്ദേഹത്തിനെ നമ്മൾ സ്വീകരിക്കുന്ന രീതിയിൽ ആക്കി തന്ന് എന്താണ് ഒരു ലീഡർ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്ന വ്യക്തിയായിരുന്നു. ഞങ്ങൾ അവസാനം അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കണ്ണൂർ ജില്ലയിൽ കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല സ്വീകരണം ഏർപ്പെടുത്തണം എന്നൊക്കെ ആഗ്രഹിച്ച് അതിന്റെ പ്ലാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മരണം യാദൃച്ഛികമായി കടന്നു വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷെ ഒരു പ്രത്യേകത അറിയാവോ, അദ്ദേഹം കടന്നുപോയപ്പോഴും അദ്ദേഹം ബാക്കി വെച്ചത് വെറും ഓർമ്മകൾ മാത്രമല്ല, അവരുടെ കുടുംബത്തിന് ജീവിക്കാൻ ഉള്ള സാമ്പത്തികം കംപ്ലീറ്റ് മാറ്റിയ ആ നോമിനി ഫെസിലിറ്റി എന്ന ഒരു വലിയ സംഭവം കൂടി വെച്ചിട്ടാണ് അദ്ദേഹം പോയത്. ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലാണ് ഐഡി ഉള്ളത്. ഇന്ന് 25 ലക്ഷം രൂപയാണ് പെർ മന്ത് അദ്ദേഹത്തിന്റെ ഇൻകം, മീൻസ് മക്കളും ഭാര്യയൊക്കെ കൂടി കിട്ടുന്നത്. നിങ്ങൾക്കറിയാമോ, നമ്മളില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ആരെങ്കിലും തയ്യാറാവും? ഭർത്താവ് മരിച്ചുപോയ ഭാര്യയെ എന്ത് കണ്ണിലാണ് ആളുകൾ നോക്കിക്കാണുന്നത്? അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയ ഭർത്താവ്, വരുമാനദായകരായ ആ കുടുംബാംഗം മരിച്ചു പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൈനീട്ടേണ്ടി വരുന്ന ഒരു അവസ്ഥയുള്ള സമൂഹമാണ് നമ്മൾ ഇന്ന്. എന്നാൽ മൈ ലൈഫ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും ഒരു പേടിയും വേണ്ട. എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ കമ്പനി അവരെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഏറ്റെടുത്തിട്ട് ആ വരുമാനം അങ്ങനെ തന്നെ കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. പക്ഷെ എന്ത് വേണം? ആർജവത്തോടെ പ്രവർത്തിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ മതി. ഇന്ന് അദ്ദേഹത്തിന്റെ വരുമാനം എത്രയാണെന്ന് അറിയോ? ഇന്നലെ അദ്ദേഹം ഡയമണ്ട് എന്ന പോസ്റ്റിലേക്ക് മാറി. 50 ലക്ഷത്തോളം തുകയാണ് ഒരു മാസം ഡയമണ്ട് പോസ്റ്റിൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇല്ല, പ്രയാസമാണ്. എന്നാൽ യാഥാർത്ഥ്യം അതാണ്. ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത പല ആളുകളും നമ്മളെ കൂടെ ഉണ്ടാവും. അവർ പറയുന്നത് ഷെറി സാർ STC ആയത്, മിനു സാർ RTC, ഒരു സാധ്യതയുമില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ സംശയം ഉണ്ടെങ്കിൽ മൈലേഷ് മാർക്കറ്റിംഗ് കമ്പനിയുടെ സൈറ്റ് ഗൂഗിൾ ക്രോമിൽ പോയി എടുക്കുക. ആപ്ലിക്കേഷൻ കിട്ടില്ല, അതിൽ അച്ചീവേഴ്സ് ലിസ്റ്റ് ഉണ്ട്, അതിൽ മന്ത്ലി അച്ചീവേഴ്സ് ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. 21ാമത്തെ പേരുകാരനായിട്ട് എന്റെ പേരുണ്ട്, വിനു പി. 8ാമത്തെ പേരുകാരനായിട്ട് ഷെറിസാറിന്റെ പേരുണ്ട്, സ്റ്റേറ്റ് ടീം കൂടെയാണ്. ചുമ്മാ പറയുന്നൊരു കാര്യമല്ല, ചുമ്മാ ഒരു സംഭവം പറയാൻ വേണ്ടി പറ്റില്ല. ഇതെടുത്ത് പറയേണ്ടി വന്നത് എന്നെയും ഷെറിസാരെയും ഈ പറയുന്ന എല്ലാ ടീമിനെയും പ്രചോദനം നൽകിയത് നിങ്ങൾ മാത്രമല്ല, ഈ ടീം ഒന്ന് വിട്ടുപോയവർ കൂടിയാണ്. അവർ നമുക്കൊപ്പം വന്ന് നമുക്ക് നമ്മുടെ ടീമിനെ കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീം വിജയിക്കുന്നില്ല അതിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മുമ്പിലേക്കും നിങ്ങളുടെ സ്നേഹിതർ പലരും വന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഒരിക്കലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത ബിസിനസ്സാണ്. പക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിലേക്കൊക്കെ ചെറിയ ചെറിയ എമൗണ്ടുകൾ വന്നപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് വിശ്വസിക്കാൻ വേണ്ടി പറ്റുക? വെറും 5000-ഓ 10,000-ഓ മുടക്കിയിട്ട് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ആളുകളായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചു, സാറേ ഈ ബിസിനസ്സിൽ വന്ന് എനിക്ക് ഭയങ്കര നഷ്ടമായിരുന്നു. ഞാൻ തുറന്നു പറഞ്ഞതുകൊണ്ടാണെന്നറിയോ, നാളെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസരം, അതായത് ഇത്തരത്തിലൊരു അനുഭവം വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് നെഗറ്റീവിലേക്ക് പോവാതിരിക്കാനാണ് ഇന്നലെ വരെ ഉണ്ടായ നെഗറ്റീവ്സുകളൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത്. ക്ലിയർ ആണല്ലോ? പ്രശ്നമില്ലല്ലോ? അല്ലാതെ ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഇത്തരത്തിലുള്ള നെഗറ്റീവ്സിൽ കിടക്കുകയാണ് ഈ വിജയത്തിന്റെ പാതയിലേക്ക് നമ്മളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ എന്നോട് പറഞ്ഞത് എന്റെ കൂടെ തന്നെ ഒരു TC ആണ്. പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ? ഈ ബിസിനസ്സിൽ വന്നിട്ട് നഷ്ടമാണ്. ഒരു ടീം കോർഡിനേറ്റർ, ഞാൻ അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ടീം കോർഡിനേറ്റർ ആണ്, ആവറേജ് 30,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടാവും. വെറും 5,000 രൂപ മാത്രം നിങ്ങൾ മുടക്കിയത് നന്നായിട്ട് അറിയാം. ഇന്ന് 18 ലക്ഷത്തിന് മുകളിൽ വൺ സൈഡ് കിടക്കുന്നുണ്ട്. മിക്ക ഓഫേഴ്സും വാങ്ങി കൊടുത്തിട്ടുണ്ട്, താരം ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്, അതിനിടയിലുള്ള കുറെ ക്യാഷ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷത്തിനടക്കം ഞാൻ കണക്കൂട്ട് നോക്കി, 1 ലക്ഷത്തിലധികം എമൗണ്ട് അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട്. 5,000 അല്ലേ മുടക്കിയിട്ടുള്ളൂ? നഷ്ടമാണോ? നഷ്ടമല്ല, ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളത് പറയും, കാരണം എന്താ, നിങ്ങൾ പ്രൊഡക്റ്റ് വിറ്റുവാണെന്നല്ലേ പറയുന്നത്? ഇത് ബിസിനസ് അല്ലേ, നമ്മളാണ് മണി ചെയിൻ നടത്തുന്നില്ലല്ലോ.
ചുമ്മാ വന്ന് നിന്നോളൂ, പൈസ തരും നമ്മൾ ആരോടും പറയുന്നില്ലല്ലോ. പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വരുമാനമുണ്ട്. അപ്പൊ ആളുകൾ നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മൈലേഷൻ മാർക്കറ്റിംഗ് ജോയിൻ ചെയ്ത എല്ലാ ആളുകളും ഈ മേഖലയിൽ രക്ഷപ്പെട്ടിട്ടില്ല. ആരാ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക? ജോയിൻ ചെയ്ത് ആരും രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ലല്ലോ. പ്രവർത്തിക്കുന്ന ആൾ, എന്തെങ്കിലും ഒരു താല്പര്യം കാണിക്കുന്ന ആളുകൾ മാത്രമേ ഈ മേഖലയിൽ എന്തെങ്കിലും ഒരു വരുമാനം നേടിയിട്ടുള്ളൂ. ഞാൻ ഇന്നും ഉറപ്പിച്ചു പറയുന്നു, ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും രക്ഷപ്പെടാൻ, ഇനി വരുന്ന ആളുകൾക്കും രക്ഷപ്പെടാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. പക്ഷെ പ്രവർത്തിക്കാനുള്ള മനസ്സ് മാത്രം മതി. ഇത് ഈ ഒരു വേദിയിൽ വെച്ച് പറയേണ്ടി വന്നതാണ്. മറ്റൊരു കാര്യം, നമ്മുടെ വലിയൊരു അച്ചീവ്മെന്റ് പ്രോഗ്രാം അല്ല ഇപ്പോഴും നടത്തുന്നത്. വലിയൊരു അച്ചീവ്മെന്റ് പ്രോഗ്രാം വരാനിരിക്കുന്നതാണ്. അതിന്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു മുന്നൊരുക്കം. പിന്നെ ഞങ്ങളൊക്കെ ഈ റാങ്ക് ചേഞ്ച് ചെയ്തെന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കാനുള്ള ഒരു സന്തോഷം പ്രകടിപ്പിക്കാനുള്ള വേദിയായിട്ടാണ് ഈ ഒരു അവസരത്തെ ഞങ്ങളൊക്കെ കാണുന്നത്. ഇനി എന്റെ കടന്നു വന്ന ഒന്ന് രണ്ട് നാൾവഴികൾ കൂടി പറയാം. ഞാൻ ഒരു സാധാരണ കുടുംബമാണ് എന്റേത്. ദാരിദ്ര്യം തന്നെയാണ് എല്ലാവരും ഉള്ളതുപോലെ തന്നെ സംഭവം നടന്നത്. ലക്ഷംവീട് കോളനി ആയിരുന്നു. ലക്ഷംവീട് തന്നെയാണ് എന്റെ വീട്. അവിടെ നിന്നും പഞ്ചായത്തിലായിരുന്നു ഞാൻ താൽക്കാലിക ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ അവസരത്തിൽ എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് സത്യേട്ടനും വൈഫും കൂടി ഈ ബിസിനസ് എന്നോട് വന്ന് പറയുന്ന സമയത്ത് ഞാൻ ചെറുതും തറക്ക് ഒരു DTP സെന്റർ കൂടി, കാരണം പഞ്ചായത്തിലെ ആ ചെറിയ എമൗണ്ട് കിട്ടിയിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു DTP സെന്റർ നടത്തുന്നുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് ഇത് പറയുമ്പോൾ എന്റെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഞാൻ അറിയാതെ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഇൻകം എനിക്ക് കിട്ടുകയാണെങ്കിൽ അത് വളരെ ഭാഗ്യമുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി. കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിച്ച് ജോയിൻ ചെയ്തു. പക്ഷെ ആ സമയത്ത് ഒരു 6 മാസത്തോളം എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയിട്ടേ ഉണ്ടായില്ല. ചെറുങ്ങനെ മാത്രമേ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുള്ളൂ. കുറെ ആളുകൾ നമ്മൾ വിളിച്ച് കയറ്റുമായിരുന്നു. പക്ഷെ പലരും ഈ മീറ്റിംഗിലേക്ക് വരാറില്ല. ഒരു ദിവസം എന്തും വരട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എന്റെ ചെറുകുന്നിൽ കൈരളി ഹോട്ടലിന്റെ ഹാളിൽ ഒരു മീറ്റിംഗ് വിളിച്ചു. വരുന്നവർ വരട്ടെ. രാവിലെ 11 മണിക്ക് വിളിച്ചു ചേർന്ന മീറ്റിംഗിൽ 11:30 ആയിട്ടും 1-2 ആളുകൾ നമ്മൾ കൂടെ നിൽക്കുന്നവരല്ലാണ്ട് പുതുതായിട്ട് ഒരാളും വരുന്ന കാണുന്നില്ല. അന്നേരമാണ് ജില്ലാ ബാങ്കിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങി വരുന്ന കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പറഞ്ഞത് ഈ ജില്ലാ ബാങ്കിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നാട്ടിൽ 1-2 ആൾക്കാരാണ്. ഞാൻ വിളിച്ച് എന്തായാലും വരും എന്നുള്ള കണ്ടീഷനിൽ ഞാൻ അവരെ വിളിച്ച് ആളിലേക്ക് കയറ്റുകയും അവരെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും, ജോയിൻ ചെയ്യുകയും ചെയ്തു. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇത് മ്യൂസാറിന് കഴിവുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് കയറി വന്നാണ്? അങ്ങനെയല്ല. ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ സമയത്ത് ഇപ്പൊ നമുക്ക് കണ്ണൂർ ജില്ലയിൽ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടല്ലോ. ഞങ്ങൾ തുടങ്ങിയ സമയത്ത് കണ്ണൂർ ജില്ലയിൽ പ്രൊഡക്റ്റ് ഇല്ല. മംഗലാപുരത്തായിരുന്നു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നത്. മംഗലാപുരത്ത് പോയിട്ട് ഓരോ ടീമിന്റെയും പ്രൊഡക്റ്റ് തലച്ചുമടായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കയറിയിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പെട്ടി തലയിൽ ചുമന്ന് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ട്രെയിൻ യാത്ര ആ സമയത്ത് നടത്തിയവർക്ക് അറിയാം. ഓടിപ്പിടിച്ച് ട്രെയിനിലെത്തി പെട്ടി വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല, കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല, പിന്നെയല്ലേ ഒരു പെട്ടി വെക്കാൻ സ്ഥലം ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് വരേണ്ട അവസ്ഥ വന്നു. ഒരു 1-2 സ്റ്റേഷൻ കഴിഞ്ഞാൽ മാത്രമേ ഇതൊന്ന് താഴെ ഇറക്കി വെക്കാൻ വേണ്ടി പറ്റും. അത്രയ്ക്കും തിരക്കായിരിക്കും. അങ്ങനെ വന്നൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് 1-2 വർഷം കഴിയുമ്പോഴേക്കും കണ്ണൂർ ഔട്ട്ലെറ്റ് വന്നു. അപ്പൊ നടന്ന രസകരമായ ഒരു സംഭവം ഉണ്ട്. എന്റെ മോളിലുള്ള 2 ആൾ അടിച്ചു പോയി. എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാളും പോയി, അവിടെ ഉണ്ടായ വലിയൊരു മോട്ടിവേറ്റ് ലീഡറും പോയി. എങ്ങോട്ടാ പോയെന്നറിയാം? ഇതേ ഹാളിൽ വെച്ചിട്ട്, നല്ല ഓർമ്മയുണ്ട്, ഇതേ ഹാളിൽ വെച്ചിട്ട് ബിസിനസ് മീറ്റ് നടത്താം. അപ്പൊ ഇതിനകത്ത് പിരിഞ്ഞു പോയ ആളുകളെല്ലാം വന്ന് അനുഭവം പറയുന്നുണ്ട്. അപ്പോഴേക്കും സംശയം ഉണ്ടായിരുന്നു ഇതെന്തോ സംഭവം നടക്കുന്നത്. അപ്പൊ നമ്മളെയൊക്കെ വേറൊരു കമ്പനിക്ക് വിൽക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു അവർ ആലോചിച്ചുകൊണ്ടത്. എനിക്കത് മനസ്സിലായി. അന്ന് നടന്ന ചിത്രമൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. സ്ട്രോങ് ആയിട്ട് ഞാൻ അന്ന് ഡിസിഷൻ എടുത്തു. എന്റെ ടീമിനെയും കൂടി ഇറങ്ങിപ്പോയി. നടക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അന്ന് മുതൽ ഞാൻ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും എന്റെ തൊട്ട് മുകളിലുള്ള മധു സാർ താഴേക്ക് ഇറങ്ങി വന്ന് 24 മണിക്കൂർ എന്ന നിലയിൽ സപ്പോർട്ട് തന്ന് ടീമിനെ കൈപിടിച്ചു നിർത്തി. അശോക് സാർ വിളിക്കാൻ തുടങ്ങി, കൃത്യമായി സപ്പോർട്ടിങ് തരാൻ തുടങ്ങി. ടീം മെല്ലെ കയറി വരാൻ തുടങ്ങി. ഞാൻ എന്തിനാ ഇതിപ്പോഴും പറഞ്ഞത്? നിങ്ങൾക്ക് നാളെ ഈ അനുഭവം ഉണ്ടാവാം, അല്ല ഇന്ന് ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അടിച്ചു പോകാൻ പാടില്ല. ഇവിടെ ആരാവശ്യമില്ല, ലീഡർ ആവശ്യമുണ്ടോ? ഈ കമ്പനിക്ക് ലീഡർ ആവശ്യമില്ല. പക്ഷെ ലീഡർ ഒരു വഴികാട്ടി മാത്രമാണ്. ഞാൻ നിങ്ങളുടെ വഴികാട്ടി മാത്രമാണ്. അല്ലാണ്ട് ഞാൻ നിങ്ങൾ ഒരിക്കലും പിടിച്ചു കൊണ്ടുവന്നിട്ട് വിജയിപ്പിക്കാൻ വേണ്ടി ഒരു സാധ്യത ഉണ്ടാവില്ല. നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ വിജയിക്കുള്ളൂ. നിങ്ങൾ പ്രവർത്തിക്കുന്നത് മാത്രമേ ഞാൻ വിളിക്കുള്ളൂ. ഞാൻ 1, 2, 3, 4 തവണ വിളിക്കും, അല്ലെങ്കിൽ 100 തവണ വിളിച്ചിട്ടുണ്ടാവും. തീരെ അനങ്ങുന്നില്ല എന്ന് കണ്ടാൽ ഞാനത് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. മറ്റു ടീം അവിടെ ഇല്ലേ? നന്നായിട്ട് കയറി വരുന്ന ടീമില്ലേ? പിന്നെ ഞങ്ങൾ എന്തിനാ കൊണ്ട് പോകുന്നത്? പക്ഷെ നമ്മുടെ കൂടെയുള്ള ആളുകൾ, നിലവിൽ ജോയിൻ ചെയ്ത ആളുകൾ, എനിക്ക് പേഴ്സണലി അറിയുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരുടെ വിജയം എന്റെ ലക്ഷ്യമായതുകൊണ്ട് നിരന്തരം അവരെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടാവും. അപ്പൊ മുകളിലുള്ള 2 മെയിൻ ലീഡർ അടിച്ചു പോയിട്ടും ഞാൻ നിന്നിട്ടില്ലേ? അപ്പോഴാണ് താഴത്ത് 2 ലീഡർ അടിച്ചു പോയത്. RTC ആവും എന്ന പ്രതീക്ഷ വെച്ചിരിക്കുന്ന സമയത്താണ് RTC ആക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് 2 ആള്
വെച്ചിട്ട് പോയാൽ. ഞാൻ പലതവണ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെച്ചിട്ട് പോയാൽ എനിക്ക് പാരലൽ ടീം ഉണ്ട്, ഞാൻ അതിലൂടെ തന്നെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, എനിക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല, നിങ്ങൾക്ക് മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞു. ആ പാരലൽ ടീമിലൂടെ തന്നെ ഞാൻ നന്നായിട്ട് ബിസിനസ് കയറ്റി 3-3.5 ലക്ഷം BV കയറുമ്പോഴേക്കും എന്തായി മാറി, RTC എന്ന റാങ്ക് തൊട്ടു. ഇന്നും അവർക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇന്നലെ ഈ അച്ചീവ്മെന്റ് ഫോട്ടോ ഇട്ടപ്പോൾ ആ ഗ്രൂപ്പിൽ വന്ന കമന്റ് കണ്ടാൽ നമുക്കത് മനസ്സിലാവും. അത്രയും പരിഹാസ രൂപയാണ് അവരൊക്കെ ആ ഗ്രൂപ്പിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒടുക്ക അവർ പറഞ്ഞൊരു വാചകമാണ്, ഇതൊരിക്കലും സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അച്ചീവ്മെന്റ് ലിസ്റ്റ് നിങ്ങളൊന്നും എടുത്ത് പരിശോധിച്ചാൽ മതി, 31ാമത്തെ പേരുകാരനായിട്ട് എന്റെ പേരുണ്ട് എന്നുള്ള കാര്യം. ചുമ്മാ പറഞ്ഞതല്ല. ഞാൻ ഓരോ കാര്യവും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നിലോ പിന്നിലോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. കാരണം അശോക് സാറും ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ ടീമിനെ നയിച്ചിട്ടുള്ളത്. അശോക് സാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഇന്ന് വരെ എന്റെ ടീമിനെ വിജയിപ്പിക്കാൻ എനിക്ക് സാധിച്ച ഒരു കാര്യം. ആ വേർഡ് ഇതാണ്, പട്ടം പൊട്ടിപ്പോയാൽ പേടിക്കാനില്ല. കാരണം എന്തുകൊണ്ടാ? പട്ടം കെട്ടാൻ അറിഞ്ഞാൽ. പട്ടം ഉണ്ടാക്കാൻ അറിയുന്നവനാണെങ്കിൽ ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞ വ്യക്തിയാണ് അശോക് സാർ. അദ്ദേഹത്തിന്റെ വാക്ക് കൃത്യമായിട്ട് അറിഞ്ഞതുകൊണ്ടാണ്, പട്ടം കൃത്യമായി കെട്ടാൻ അറിയുമെന്ന് എനിക്ക് അറിഞ്ഞതുകൊണ്ടാണ്, ഉണ്ടാക്കാൻ അറിയുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് RTC എന്ന റാങ്കിലേക്ക് എത്തിയത്. ഇതൊരു അഹങ്കാരമായിട്ടൊന്നും നിങ്ങൾ കാണാൻ വേണ്ടി പാടില്ല. നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ എന്തുണ്ട്? ഒരു കഴിവുണ്ട്. നമ്മൾ വന്നു, ലിസ്റ്റ് ഇട്ടു, ഒരു 100 പേരുടെ ലിസ്റ്റ് ഇട്ടു, അതിനെ ഫിൽട്ടർ ചെയ്തു, അതിൽ നിന്നൊരു 10 പേരെ സെലക്ട് ചെയ്ത് വെച്ചു. ആ 10 പേരിൽ നിന്ന് 2 പേരെ കാണാൻ വേണ്ടി പോയി. ആ 2 പേരിൽ നിന്ന് ജോയിനിങ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നും കൊണ്ടും പഠിക്കണ്ട, ബാക്കി 8 പേര് അവിടെയുണ്ട്. ഇനി ആ 10 പേരും വന്നില്ലെങ്കിൽ പഠിക്കണ്ട, ബാക്കി 90 പേര് അവിടെയുണ്ട്, ഇല്ലേ? പിന്നെ എവിടെയാ സംശയം? നമുക്കുള്ള സംശയം അയൽവാസി എന്ത് പറയും, ഭർത്താവ് എന്ത് പറയും, ഭാര്യ എന്ത് പറയും, മക്കൾ എന്ത് പറയും, ഇങ്ങനെ പറയും എന്നുള്ള എത്ര കാലമായി നമ്മൾ ജീവിക്കുന്നു. ഇന്ന് വരെ ഈ പറയുന്ന ആരെങ്കിലും ഒരു 100 രൂപ നിങ്ങൾക്ക് സുഖമില്ലാത്ത സമയത്ത് കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർ പറയുന്നത് കേട്ടോളൂ. ഇല്ലെന്നാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേട്ടോളൂ. ഇവിടെ ഞങ്ങളുടെ ആഗ്രഹം എന്താണ്? ഞാൻ STC റാങ്കിലല്ലേ ഉണ്ടായിരുന്നത്. മറ്റേതൊരു തൊഴിലും എന്താണ്, ഒരു ക്ലർക്കിന്റെ പണിയെടുക്കാം. ആ ക്ലർക്കിന്റെ പണിക്ക്, ഒരു പ്രൈവറ്റ് മേഖലയാണല്ലോ ക്ലർക്കിന്റെ പണിക്ക്, അടുത്തും നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ക്ലർക്കിനെ മാറ്റിയിട്ട് മുതലാളി അപ്പുറത്തെ അവർക്ക് ഏറ്റവും പെർഫോം ചെയ്യുമല്ലോ, കൊടുക്കൂലേ? എസ്വെന്നോ? കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കുശുമ്പും കുന്നായ്മൊക്കെ ഉണ്ടായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പല കമ്പനികളിലും പുറത്താക്കാനാണ് ആര് ശ്രമിക്കുക? ആ സ്ഥാനത്തിരിക്കുന്ന ആൾ ശ്രമിക്കുക. കാരണം സ്ഥാനം തട്ടിക്കൊണ്ട് പോലോ. എന്നാൽ ഇവിടെ അങ്ങനെയാണോ? ഞാൻ എന്താണ് ആഗ്രഹിച്ചത്? ഷെറിൻ സാർ ഇപ്പൊ നിൽക്കുന്ന റാങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ വരെ നിന്ന റാങ്കാണ്, STC ആണ്. അദ്ദേഹത്തെ STC റാങ്കിലേക്ക് ഞാൻ വലിച്ചു കയറ്റുകയാണ്, അദ്ദേഹത്തിന്റെ ടീമിന്റെയും സപ്പോർട്ടോട് കൂടി. എസ്വെന്നോ? അങ്ങനെ ആയപ്പോഴല്ലേ ഞാൻ RTC ആയത്. മധുസാർ ഇപ്പൊ നിൽക്കുന്ന റാങ്കിലാണ് ഞാൻ നിൽക്കുന്നത്, RTC എന്ന റാങ്ക്. മധുസാറിന് കുശുമ്പ് തോന്നുന്ന കാര്യമുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? എന്നേക്കാൾ ഏറെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് മധുസാർ. എന്തുകൊണ്ടാ വെച്ചാൽ അദ്ദേഹം നട്ട് വെള്ളമൊഴിച്ച് വളർത്തിയ ഒരു ചെടി ഫലവൃക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷിക്കില്ലേ? ഞാൻ സന്തോഷിക്കില്ലേ? ഇതുപോലെ ഒരു അവസരം കിട്ടുന്ന ഒരു കമ്പനിയാണ് മൈലേജ് മാർക്കറ്റിംഗ് കമ്പനി. ഈ കമ്പനിയെ നോക്കിയിട്ട് പല ആളുകളും പലതും പറയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, കൊടുത്ത പ്രൊഡക്റ്റുകൾക്കൊക്കെ റിസൾട്ട് ഉണ്ട്. ഇപ്പൊ നേരത്തെ 2 സാറും പറഞ്ഞു മരുന്നാണ് പ്രൊപ്രൈറ്ററി മെഡിസിൻ കാറ്റഗറിയിൽപ്പെട്ട പല സാധനങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കരിക്ക് കുടിച്ചാൽ വയറുവേദന മാറാറുണ്ടോ? നിസ്സാരണോ? കരിക്ക് കുടിച്ചാൽ വയറുവേദന മാറാറുണ്ടോ? കരിക്ക് മരുന്നിന്റെ കാറ്റഗറിയിൽപ്പെട്ട സാധനമാണോ? കഞ്ഞിവെള്ളം കുടിച്ചാൽ തലചുറ്റിലോ അല്ലെങ്കിൽ ക്ഷീണവും മാറാറുണ്ട്. കഞ്ഞിവെള്ളം മരുന്നാണോ? പിന്നെ നമ്മുടെ എങ്ങനെയാവോ? ഉണക്കമുന്തിരി വെൽഹാർഡ് ചേർക്കുന്നില്ല സാറേ. ഉണക്കമുന്തിരി വിഷമാണോ അല്ല മരുന്നാണോ? അതുകൊണ്ടാണ് പ്രൊപ്രൈറ്ററി മെഡിസിൻ അല്ലെങ്കിൽ ഭക്ഷണമാണ് മരുന്ന് എന്ന രീതിയിൽ നമ്മുടെ കമ്പനി അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന് പകരം വെക്കാൻ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിപണിയിൽ നിന്ന് കാണിച്ചു തരാൻ വേണ്ടി പറ്റും. നമ്മുടെ മൈലേജ് മാർക്കറ്റിംഗ് കമ്പനി ചെയ്യുന്ന വെൽനസ് ഉൽപ്പന്നങ്ങൾക്ക് പകരം വെക്കാവുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിപണിയിലില്ല. കാരണം എന്താണെന്ന് അറിയോ? മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു നിയമമുണ്ട്. വിപണിയിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യാൻ പാടില്ല. സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ വിപണിയിലേക്കാൾ കുറവ് വിലക്ക് ആ ഉൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്യണം. നമുക്ക് ശേഷം ഒരുപാട് കമ്പനികൾ വന്നു. 425ഓളം കമ്പനികൾ ഇന്ന് ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്. പല കമ്പനികളും ഇലക്ഷൻ കഴിഞ്ഞ് അതിനുശേഷം പൂട്ടാൻ വേണ്ടി പോവുകയാണ്. പലതും പൂട്ടിക്കഴിഞ്ഞു. ആ സമയത്താണ് മൈലേജ് മാർക്കറ്റിംഗ് കമ്പനി ഒരു സംഭവം പുറത്തിറക്കിയത്. കണ്ടിട്ടുണ്ടോ? സ്കിൽ ഇന്ത്യ മിഷൻ എക്സാം എഴുതി എത്ര പേരുണ്ടോ? ഒന്ന് കൈ വന്നോ. സർട്ടിഫിക്കറ്റ് എല്ലാവരും കിട്ടിയോ? കിട്ടി. മനോഹരമായ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ പോലും പലർക്കും നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് വിശ്വാസമില്ല. ഇത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത സാധനമാണ്.
കൃത്രിമമായി സൃഷ്ടിച്ച സംഭവമല്ല. നിങ്ങൾക്ക് കൃത്രിമമായി സൃഷ്ടിച്ചതാണോ എന്ന് അറിയാൻ വേണ്ടി ഈ QR കോഡ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മതി. കൃത്യമായിട്ട് മനസ്സിലാവും ആരുടെ പേരിലാണ് ഈ സർട്ടിഫിക്കറ്റിൽ നിന്ന്. സ്കിൽ ഇന്ത്യ മിഷന്റെ സൈറ്റിൽ പോയിട്ട് ആ പരീക്ഷ എഴുതിയ ആളുടെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തി കൊടുത്താൽ ആർക്കും കിട്ടും. എന്റെ നമ്പർ ആ സൈറ്റിൽ പോയി രേഖപ്പെടുത്തി കൊടുത്താൽ നിങ്ങൾക്കും കാണാൻ വേണ്ടി പറ്റും. എന്തിനാണ് പറഞ്ഞത്? ഇവിടെ എല്ലാം സുതാര്യമാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, അശോക സ്തംഭം കിട്ടുമോ ഈ ഒരു സർട്ടിഫിക്കറ്റ്? സ്കിൽ ഇന്ത്യ മിഷന്റെ എംബ്ലം, പിന്നെ അത് കൂടാതെ എന്ത് എംബ്ലം ഉണ്ട്? നമ്മുടെ കമ്പനിയുടെ ലോഗോ ഉണ്ട്. ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത്? ഇൻഡിവിജ്വൽ സെയിൽസ് പ്രൊഫഷണൽ. അതായത് വ്യക്തിപരമായിട്ട് സെയിൽ ചെയ്യാനുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ അത് കൊടുത്തത്. ഈ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ട് വേറെ ഏത് കമ്പനിക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സർട്ടിഫിക്കേഷൻ? ഇനി പരീക്ഷ എഴുതാത്തവരുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരവസരം വരുന്നുണ്ട്. ആ സമയത്ത് എഴുതാം. സിമ്പിൾ പരീക്ഷ തന്നെയാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ഒറ്റ കാര്യം അറിയുന്നു, ഈ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഒരു കമ്പനി, ഇന്ത്യ ഗവൺമെന്റ് ഈ ഒരു കമ്പനി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ മൂല്യം. നമ്മൾ നാളെയിൽ ആളുകളോട് പറയേണ്ടതും ഈ ഒരു സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് തന്നെയാണ് പറയേണ്ടത്. ഇനിയും സംശയമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ നാഷണൽസ് ബാങ്കിൽ പോവുക, മൈലേശ്വർ മാർക്കറ്റിംഗ് കമ്പനിയുടെ പേര് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാം? ലോൺ കൊടുക്കാനാണ്. ഈ തന്ന സർട്ടിഫിക്കറ്റിന്റെ കൂടെ ഒരു 500 രൂപ കൂടി അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. ലോൺ എടുക്കാനുള്ള ലൈസൻസും കൂടിയാണത്. എങ്ങനെ നോക്കിയാലും ലാഭകരമായ ഒരു ബിസിനസ് ആണ് മൈലേശ്വർ മാർക്കറ്റിംഗ് കമ്പനി നമുക്ക് തരുന്നത്. സ്വീകരിക്കണോ വേണ്ടയോ? സ്വീകരിക്കണം, വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ കൂടെ വരാം. വിജയിപ്പിക്കാൻ ഞങ്ങൾ 100% തയ്യാറാണ്. നമ്മളുടെ എല്ലാ സമയവും നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരാളെ കാണാൻ വേണ്ടി ഞങ്ങൾ വരാം. അത് അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കാരണം, എന്റെ തുടക്കത്തിൽ എന്നെ ഇട്ടിച്ചു പോയി എന്ന് പറഞ്ഞ ലീഡർ ഉണ്ടല്ലോ, ആ ലീഡറെ കൂടെ 11:30 മാട്ടൂൽ പ്രദേശങ്ങളിൽ വർക്ക് കൊടുത്ത് അദ്ദേഹത്തെ ധാരാത്തുള്ള വീട്ടിൽ എന്റെ ബൈക്കിൽ കൊണ്ടാക്കി തിരിച്ച് ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും 1:30 മണിയായിട്ടുണ്ടാവും. തുടക്കത്തിലുള്ള കഥ പറഞ്ഞു. എന്നിട്ട് വളർന്ന് വികസിച്ച് വന്നൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങളുടെ കൂടെ വരാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഒറ്റ കാര്യം, ചുമ്മാ വിളിച്ചിട്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ഉറപ്പിക്കണം. കാരണം ഞങ്ങളുടെ സമയത്തിന് വിലയുണ്ട്, നിങ്ങളുടെ സമയത്തിന് വിലയുണ്ട്. ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഞാനിപ്പോൾ ചെറുകുന്നിലാണ് വരണമെങ്കിൽ കണ്ണൂർ എത്തുമ്പോഴേക്കും സാറേ ഇന്നവരില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ആ ബ്ലോക്കും താണ്ടി കണ്ണൂർ എത്തുമ്പോൾ അത്രയും സമയം നമുക്ക് പോയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ എന്നാലും വിജയിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ പറയുമ്പോൾ ഒന്ന് അവരെ കൃത്യമായി ഒന്ന് പറഞ്ഞ് സ്വീകരിച്ച് നമ്മൾ ആ ടൈം നമ്മൾ വരുന്നുണ്ടെന്നുള്ള ഒരു കാത്തിരിക്കുന്ന ഒരു മര്യാദ കാണിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വിജയിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിജയിക്കാൻ ആവശ്യമായ എല്ലാ പ്ലാനുകളും കാര്യങ്ങളും കമ്പനി തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. സൈറ്റുകൾ നിങ്ങൾ പരിശോധിക്കണം. നമുക്ക് പറ്റിയൊരു പരാജയം വന്നാൽ പലർക്കും വിജയിക്കാൻ ഇത്തിരി സാധ്യത കുറഞ്ഞു പോയത്. ഇതിന്റെ പ്ലാൻ എന്താണെന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണിൽ കുത്തിയിരിക്കുന്നുണ്ടാവും. ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. പലരും അത് നെവർ മൈൻഡ് ആയിട്ട് വിട്ടിട്ടുണ്ടാവും. പക്ഷെ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് www.mylesmarketing.com എന്നടിച്ച് നിങ്ങൾക്ക് കിട്ടിയ ആ 10 ID നമ്പറും എൻ്റർ ചെയ്ത് പാസ്വേഡ് എൻ്റർ ചെയ്താൽ BOP അല്ലെങ്കിൽ പ്ലാൻ, നിയമവശങ്ങൾ ഇതൊക്കെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ കൃത്യമായിട്ട് ആ പ്ലാനുകളും കാര്യങ്ങളും ഉണ്ടാവും. ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക. അപ്പൊ ഇംഗ്ലീഷ് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിനും ഇന്റർനെറ്റ് സൗകര്യമുണ്ട്. IMA മലയാളം അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേഷൻ എന്ന് അടിച്ചു കൊടുത്തിട്ട് അതൊന്ന് കോപ്പി ചെയ്ത് മലയാളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മലയാളത്തിൽ തരുന്നുണ്ട്. ഇനി എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്? ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്? യെസ് ഓർ നോ? ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നവർ കൈ ഒന്നിക്കാം. ഞാൻ ഒന്നും പറയില്ല, ഞാൻ അവരെ കുറച്ചുകൂടി ശ്രദ്ധിക്കും. ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞവർ കൈ ഒന്നിക്കാം. നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ? ശരിയാണ്, കുട്ടികൾ അങ്ങനെയാണ്. ഞാൻ ഒരു കഥ പറയാം. ഒരു വലിയ യാഗം നടക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. യാഗം എന്തിനാ നടത്തുന്നറിയോ? മഴ പെയ്യാൻ വേണ്ടിയിട്ടാണ് യാഗം നടത്തുന്നത്. രാവിലെ എല്ലാവരും വീട്ടിൽ നിന്ന് ആ യാഗശാലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാഗം നന്നായിട്ട് നടന്നു. യാഗശാല സ്വാഭാവികമായിട്ടും കത്തിക്കും. യാഗശാല കത്തിക്കുകയാണ്. ഇപ്പൊ രാജാവും രാജകുടുംബങ്ങളെല്ലാം വേദിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. യാഗശാലക്ക് തീ കൊടുത്തു കഴിഞ്ഞു. യാഗശാല കത്തുകയാണ്. അപ്പോ ഏറ്റവും നല്ല വ്യക്തി ആരായിരിക്കും? എല്ലാവരും പ്രാർത്ഥനയോടെ കേൾക്കുമ്പോൾ രാജഗുരു ബാക്കിലിരിക്കുന്ന ഒരു കുട്ടിയെ അരികിലേക്ക് വിളിച്ചു. ഇങ്ങനെ വരും എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും അതിശയം. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഏറ്റവും കൂടുതൽ മഴ പെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഈ കുട്ടി.
എന്തുകൊണ്ടാ? ആ കുട്ടി കൊടയെടുത്തിട്ടാണ് വന്നത്. മഴ പെയ്യുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നനഞ്ഞു പോകണ്ട, കൊടയെടുത്ത് വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയാണ് എന്ത് അത്രമാത്രം ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് വരുമാനം വേണമെന്നറിയാം, രണ്ട് സൈഡും അച്ചീവേഴ്സ് ഉണ്ടാവണം, അല്ല രണ്ട് സൈഡും മാച്ച് ചെയ്യണം, എന്നാൽ മാത്രമേ വരുമാനം കിട്ടുമെന്നറിയാം. എന്നിട്ടും പറയുന്ന ആളുകൾ എന്താ പറയുന്നറിയോ? സാറേ എനിക്ക് വരുമാനമൊന്നും വന്നിട്ടില്ല. എന്തുകൊണ്ടാ? ഒരു സൈഡ് മാത്രമേ പോയിട്ടുള്ളത്. അപ്പൊ ആഗ്രഹിക്കാനല്ലേ? ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ സൈഡ് സ്വന്തമായി വിറ്റാ പോരെ? ടീമിനിടേണ്ട കാര്യമുണ്ടോ? സ്വന്തമായി വിൽക്കുന്ന സംഭവം അവിടെ സ്വന്തം ഐഡി ചെയ്താൽ പോലും കമ്പനി ഓട്ടോമാറ്റിക്കായിട്ട് മാച്ചിക്ക് തരുന്നില്ലേ? ഇല്ലേ? അല്ലോ, പിന്നെ എവിടെ സംശയം? അപ്പോഴും പലരും പറയുന്ന കാര്യം എന്താണെന്ന് അറിയോ? മൈലേജ് മാർക്കറ്റിംഗ് കമ്പനി നഷ്ടമാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക? നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാനും നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരിക്കാനും ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, കമ്പനി തരുന്ന ഒരു വരുമാനം എന്താണ്? റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. എന്താണ്? നേരിട്ട് വിൽക്കും, നേരിട്ട് കച്ചവടം ചെയ്യും, നേരിട്ട് പൈസ വാങ്ങിക്കും. അപ്പൊ അവരുടെ MRP ആണ് വിൽക്കുന്നതെങ്കിൽ, ഹെയർ ഓയിൽ ആണ് വിൽക്കുന്നതെങ്കിൽ 110 രൂപ ലാഭം കിട്ടും, നമ്മുടെ പോക്കറ്റിലിടും. എന്തൊക്കെയാണ് പോക്കറ്റിലിടുക? മുതലും ഇടും, ലാഭം. എന്നിട്ട് എന്ത് ചെയ്യും? ഈ മുതലും ലാഭം രണ്ടും കൂടിയിട്ട് എന്നിട്ട് പറയും, സാറേ ഇത് നഷ്ടമാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നവരോട് പറഞ്ഞതല്ല. നിങ്ങൾ ലാഭം ഒരു ഭണ്ഡാരപ്പാട്ടിലേക്ക് മാറ്റി വെക്കൂ, അതൊരു ലോക്കിടും, ഒരു പാട്ടിലിടും. ഒരു കാരണവശാലും നിങ്ങൾ എടുക്കരുത്. ഒരു മാസം കൂടുമ്പോൾ മാത്രം എടുത്താൽ മതി. മുതൽ എന്ത് ചെയ്യാം? വേറെ തന്നെ മാറ്റി വെക്കുക, അടുത്ത ദിവസം പോയി പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ 500 രൂപ ഉണ്ടാവുള്ളൂ, വെറും 500 രൂപ. പക്ഷെ ആ വെറും 500 രൂപ എന്താണ്? കൂട്ടി വെക്കും വലിയ പൈസയാണ്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുക, ആ 500 രൂപക്ക് ഇപ്പൊ കച്ചവടം ചെയ്തു, അടുത്തൊരു കുറച്ച് പ്രൊഡക്റ്റ് വേണം. അപ്പൊ കണ്ണൂർ ഔട്ട്ലെറ്റിൽ പോകാൻ പറ്റില്ല. അപ്പൊ ബന്ധപ്പെട്ട നിയറസ്റ്റ് ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് തൽക്കാലത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്ത് തരും, എടുത്തിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കാം. കടം കൊടുക്കുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കണം, എഴുതി വെച്ചിട്ട് ആ ദിവസം തന്നെ ക്ലിയർ ആക്കണം, ആ ഒരു ആഴ്ച കൊണ്ട് ക്ലിയർ ആക്കണം. അല്ലാത്ത രീതിയിൽ കടം കൊടുക്കാൻ വേണ്ടി പാടില്ല. ഞാൻ കടം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു നാളെ എന്നെ കടമ്പേണ്ടതില്ല. ഇങ്ങനെ 500 രൂപ ആയാലും നഷ്ടമുണ്ടോ? ഉണ്ടോ? യശോർണോ? 10 ദിവസം 500 രൂപ ആവുമ്പോഴായി 5000 രൂപയുടെ ബിസിനസ് ആയോ? 30 ദിവസം ഇല്ലേ? 15000 രൂപയുടെ ബിസിനസ് ചെയ്തോ? 15000 രൂപയുടെ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു മാസം കൊണ്ട് നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് എത്ര കിട്ടും? 10,000 രൂപയ്ക്ക് ആവറേജ് 4500 രൂപ കിട്ടുന്നുണ്ട്. കവച പ്രാവശ്യം മാത്രമാണ് എടുക്കുന്നതെങ്കിൽ 5800 രൂപയാണ് ലാഭം. കാരണം കവച പ്രാവശ്യം ലാഭം കൂടുതലല്ലേ? അപ്പൊ നമുക്ക് വേണ്ട 4000 രൂപ റൗണ്ട് ഫിഗർ ആയിട്ട് കൂട്ടാം. 10,000 രൂപക്ക് 4000 രൂപ കിട്ടുന്നില്ലേ? 5000 രൂപക്ക് 2000 രൂപ കിട്ടുന്നുണ്ട്. ആവറേജ് ആണേ, അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പൊ എത്ര പൈസ? 15000 രൂപയുടെ സെയിൽ നടക്കുമ്പോൾ എത്ര പൈസ കിട്ടി? 4ഉം 2ഉം 6000 രൂപ. ഇന്ന് ഏതെല്ലാം സ്ഥലത്ത് പോയിട്ടാണ് 6000 രൂപ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവുക? ചിന്തിച്ചിട്ടുണ്ടോ? ഒരു 7000, 8000, 10000 ഒക്കെയാണ് ഇപ്പൊ പല കമ്പനികളും സെയിൽസ് എക്സിക്യൂട്ടീവുകൾക്ക് കൊടുക്കുന്ന ശമ്പളം. അതിൽ നിന്ന് ബസ് ഫെയറും മറ്റ് TA DA എല്ലാം കഴിയുമ്പോഴേക്കും ഒരു 2000 ഒക്കെയാണ് ബാക്കി ഉണ്ടാവുക. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. വല്ല ആവശ്യമുണ്ടോ? ഒരു ദിവസം 500 രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റാ പോരെ? അത് തന്നെ വീണ്ടും വിറ്റാ പോരെ? 6000 രൂപയെങ്കിലും മിനിമം കിട്ടിയിട്ടില്ലേ? അപ്പൊ അത് 1000 രൂപയാണെങ്കിലോ 12000 രൂപ ഒരു മാസം കിട്ടിയോ? ഒരു ദിവസം 1000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയമാണ്. കാരണം മിനിമം ഒരു 12000 രൂപയെങ്കിലും നിങ്ങൾക്ക് കച്ചവടം കിട്ടിയിട്ടുണ്ടാവും. എന്താണ് ചെലവ്? എന്തെങ്കിലും ചെലവുണ്ടോ? നിങ്ങളുടെ സമയമല്ലേ, അതല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ കുട്ടികളെ നോക്കുന്നു, നിങ്ങളുടെ ഭർത്താവിനെ നോക്കുന്നു, അല്ലെങ്കിൽ അയൽവക്കത്ത് പോയി കുശുമ്പ് പറയുന്നു, എന്തും നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ അതിനിടയിൽ നിന്ന് ഒരു 10 വീട്ടിൽ കയറിയിട്ട് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊടുക്കാനുള്ള മാനസികാവസ്ഥ കാണിച്ചാൽ എത്ര മാസം ആ മാനസികാവസ്ഥ കാണിക്കേണ്ടി വരും? എത്ര മാസം കാണിക്കേണ്ടി വരും? പേസ്റ്റ് ആരെങ്കിലും ഉപയോഗിക്കേണ്ടതുണ്ടോ? എല്ലാ മാസവും പേസ്റ്റ് ഉപയോഗിക്കണ്ടേ? ഒരു 100 വീടിൽ നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 100 വീട്ടുകാരും അടുത്ത മാസം ആകുമ്പോഴേക്കും പേസ്റ്റ് നമ്മളോട് ചോദിക്കില്ലേ? നമ്മൾ കൊടുത്ത ഓരോ ഉൽപ്പന്നങ്ങളും വീണ്ടും ആവശ്യപ്പെടില്ലേ? ഒരു 100 പേരെ സൃഷ്ടിക്കാനേ പണിയുള്ളൂ. പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവര് ഇങ്ങോട്ട് വന്ന് ചോദിക്കും. നിങ്ങൾ അബദ്ധത്താൽ ഈ ബിസിനസ് അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചാലും എന്ത് സംഭവിക്കും? മോനേട്ടാ, അവസാനിപ്പിക്കാൻ ആരും വിടില്ല. ഞങ്ങൾ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചോളൂ. നമുക്കറിയാം എന്താണ് കാര്യം. ചുറ്റുവട്ടത്തിൽ ഒരാളും വിടില്ല. ഒരു പേസ്റ്റ്, ഒരു ഹെയർ ഓയിൽ, ഇങ്ങനെയാണ് വിളിച്ചു ചോദിക്കുക. എന്നോടൊക്കെ ചോദിക്കുന്നതാണല്ലോ 95. ഞാൻ 95 നന്നോട്ട് കച്ചവടം ചെയ്യണം. അത് ഞാൻ STC ലീഡറായിട്ട് വിൽക്കാൻ വേണ്ടി പോകുന്നത് അർത്ഥം. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. റാങ്ക് എന്ന സംഭവം ഒരു അലങ്കാരം മാത്രമാണ്. അത് അഹങ്കാരമായി കണ്ടെന്ന് സംഭവിക്കും. ഡൗൺ ആവുന്നില്ലേ? ഞാനിപ്പോ RTC ലീഡർ എത്തി,
അവസാന റാങ്ക് എത്തി, ഞാൻ അഹങ്കരിച്ചെന്നാൽ എന്ത് സംഭവിക്കും? ഈ പൊട്ടിപ്പളിസം, ഒരു സംശയം വേണ്ട. PC റാങ്കിൽ എത്തിയെന്ന് പറഞ്ഞത് വീട്ടിൽ കുത്തിരുന്ന ഒരു കാര്യമില്ല, കിട്ടില്ല കേട്ടോ, കിട്ടില്ല. അത് സംഭവം ശരിയാണ്, കിട്ടില്ല. അപ്പോ ലീഡർ എന്നതൊരു അലങ്കാരമാണ്. അഹങ്കാരമായിട്ട് നിങ്ങൾ ലീഡറാണ്, അതുകൊണ്ട് അഹങ്കാരമായി എടുക്കരുത്. അങ്ങനെ അഹങ്കാരമായി എടുത്താലാണ് ഈ ഫീൽഡിനെ ഔട്ടായി പോകുന്നത് പലരും. ക്ലിയർ? അപ്പൊ വരുമാനം കിട്ടാനുള്ള ഏത് തടസ്സമാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ ചോദിച്ചത്. ഇത്തിരി മനസ്സിലായല്ലോ? ഒരു ദിവസം 500 രൂപയുടെ കച്ചവടം നടത്തിയ പോലുള്ള നേട്ടങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ രണ്ട് പേര് അപ്പുറപ്പുറം കൊടുത്താൽ അവർ ചെയ്യുന്നതിനും കൂടി വരുമാനം കിട്ടില്ലേ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ പോരാടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ആയിരിക്കും കല്യാണത്തിന് പോകാനുണ്ടോ? ഇല്ലോ? ഇല്ല. ഉറപ്പല്ലേ? എന്നെ കുറ്റം പറയാൻ പാടില്ല. അവിടെ ചോദിച്ചാൽ ഉണ്ടെങ്കിൽ പറയണം.